ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതുകൊണ്ട് ഓണം ഈ വർഷം ഇല്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ഓണത്തിനും വീട്ടിൽ ഓടിയെത്താറുണ്ട്. അത് എത്ര തിരക്ക് എത്ര വലിയ പടങ്ങളുടെ ഇടയിലാണേലും അവിടെ ഞാൻ ആ ഓണത്തിന് സമയത്തൊന്നും ഓടിക്കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്നതാണ്. അപ്പൊ ഓണ സമയം ഇപ്രാവശ്യം എവിടെയായിരിക്കും ഓണത്തിന്? ഇപ്രാവശ്യം എനിക്ക് വീട്ടിലുണ്ടാവും. പക്ഷെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകും. 300 സിനിമയ്ക്ക് മേലെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് പ്രോബബ്ലി ഇപ്പൊ കറന്റ് സൂപ്പർ സ്റ്റാർസിന്റെ കാട്ടിലും സിനിമകൾ പ്രൊഫൈലിലുള്ള ഒരു വ്യക്തിയാണ്. നിരവധി റോൾസ് ഒരു ഭാഗ്യം കേട്ടോ, ഒരു നിമിത്തവും ഭാഗ്യമാണ്. ഞാൻ വന്നത് മുഴുവൻ ഭാഗ്യത്തിൽ കൂടെയാണ്. ഇപ്പോഴും പോകുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം ഇപ്പൊ മോളെ കണ്ടില്ലേ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടുന്നത്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത്രയും തിളക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് വേവും തോന്നുന്നു. പെട്ടെന്ന് വേവും. അപ്പൊ ഇതിങ്ങനെ അങ്ങ് വേവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി പായസം പെട്ടെന്ന് റെഡിയാവും. ആക്ച്വലി നമ്മളെ ഓണ രുചിമധുരത്തിലോ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പായസം എല്ലാത്തിനും ഒരു ടൈം പീരീഡ് നമ്മൾ ഈ കുതിർത്തി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ കാര്യം നടക്കും. അതിപ്പോ നമ്മളിപ്പോ അരിയാണേലും നമ്മളൊന്ന് ഇടുന്നതിന് മുമ്പേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കി പെട്ടെന്ന് വേവും. പെട്ടെന്ന് വേവും. അതെ അല്ലാതെ അങ്ങനെ നമ്മുടെ വെന്തിട്ടുണ്ട്, വെന്തു. നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ? അത് പിടിക്കുമ്പം ഞെങ്ങി പോവോ? നമുക്കറിയാം, അങ്ങനെ മനസ്സിലാവും. ഓക്കെ. ഇതിപ്പോ പണ്ട് ഉരുടിയാണെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ, നമ്മൾ നിർത്തൂലല്ലോ. ഇതിപ്പോ നമുക്ക് വച്ചിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ എടുക്കാനുള്ള സമയമുണ്ട്. ശർക്കര മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മധുരം ഇഷ്ടമാണോ? എനിക്ക് മധുരം ഇഷ്ടമാണ്. പായസം എന്താ ഫേവറേറ്റ് പായസം എന്താ? ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഈ നമ്മള് പ്രഥമനില്ലേ, പരിപ്പ് പ്രഥമൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ഫേവറേറ്റ് പരിപ്പ്. അതെ. ശർക്കര ബേസുള്ള എല്ലാ പായസത്തിന്റെ വീക്ക്നെസ്സാ. അല്ല, പായസവും പഴവും പപ്പടവും ഒക്കെ കൂട്ടി ഒരു അതൊക്കെ ഓരോ ഒന്നൊന്നര. അതൊക്കെയാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. ഓണത്തിന് ഞങ്ങൾക്ക് പുതിയ ഉടുപ്പ് കിട്ടുക ഇപ്പൊ എപ്പോഴും കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് എപ്പം നോക്കിയാലും നാളെ ഒരു ഡ്രസ്സ് വേണമെന്ന് വാങ്ങും. പക്ഷെ ഞങ്ങളൊക്കെ വാങ്ങുന്നതിന് ഓണത്തിനെ കിട്ടുള്ളൂ. ഓണം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ. ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എന്താ തുമ്പി തുള്ളാത്തെ കിണ്ണത്തിൽ എന്നാ പോരാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു ഇത് അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ആന്റിക്ക് ഭയങ്കര ഡിഫറൻസ് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരുപാട് നമ്മൾ എത്ര വർഷങ്ങളായി നമ്മള് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓണം എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നും അല്ല, ഭയങ്കര ആഘോഷമാണ്. ഞങ്ങൾ ഈ ഓണം വരാൻ വേണ്ടി 10 ദിവസവും ഞങ്ങൾക്ക് ഉത്സവം പോലെയാണ്, വലിയൊരു ഉത്സവം പോലെയാണ്. ഇവിടുന്ന് കാണുമ്പോ ശരിക്കും അതിന് നെയ്പായസം ലുക്ക് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഒഴിക്കാണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടിക്കും. അപ്പൊ ഇതിന് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം തന്നെ എന്താണ്, യൂട്ടൻസില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഉരുളിയാണെങ്കിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ പാൽ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകിക്കോട്ടെ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത്, ഒന്നൊരു ചെറിയ ഒരു ഇത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒഴിക്കണം. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചൗവരി ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളൊരു ഇത് അധികം ഇടണ്ട, കുറച്ച് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇപ്പൊ കണ്ട ഒരു മുത്ത് പോലെ കണ്ട, അതൊരു ഒരു ഭംഗിയാണ്, എന്നാൽ ടേസ്റ്റുമാണ്. അതിന്റെ ഒരു ഇതൊന്നുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ. ഫസ്റ്റ് സിനിമ ശരിക്കും ഏത് ഏജിലായിരുന്നു? ആന്റി കല്യാണ ശേഷമാണോ? പിന്നെ കുട്ടികളും വലുതായതിനു ശേഷമല്ലേ. മേഘമൽഹാറാടാ. അപ്പൊ എങ്ങനെയാണ് ആ എൻട്രി വന്നത്? എനിക്കൊരു ടൈലറിങ്, അതായത് ബൊട്ടിക്ക് ഉണ്ടായിരുന്നു. അതിൽ നമ്മള് സാരിയൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ കമൽ സാറിന്റെ വീട്ടിലേക്ക് വൈഫിനുള്ള സാരികൾ, കമൽ സാറിന്റെ അസോസിയേറ്റ് സലീം പടിയത്ത് അവരുടെ വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും സാരികളൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ സലീം പടിയത്താണ് കമൽ സാറിനോട് പറഞ്ഞത് ഇങ്ങനെ എന്നെ കുറിച്ച് പറയുന്നതും. അപ്പൊ അന്ന് ബിജു മേനോന്റെ ചേച്ചിയായിട്ടും നമ്മുടെ ശിവജി ചേട്ടൻ്റെ പഴയ ശിവജി ചേട്ടന്റെ ഭാര്യയായിട്ട് ഒരാള്. അപ്പൊ ഇങ്ങനെ വന്നപ്പം അപ്പൊ അഭിനയത്തിനോട് താല്പര്യം ഉണ്ട് എന്നുള്ള രീതിക്കാണോ സംസാരിച്ചത്? ഇല്ല, നമ്മളിതൊന്നും ഇല്ല. അങ്ങനെ ചോദിച്ചു, അങ്ങനെ ചെന്നു. എനിക്കൊന്ന് കമൽ സാറിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫേസസ് തന്നെയാണ് അമ്പി ആന്റി. നമ്മളും ഒരുമിച്ച് അഭിനയിച്ച ആഗതനും 41 ദിവസവും നമ്മൾ അടിച്ചു പൊളിച്ച ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒന്നും ഇല്ലാണ്ട് വളരെ കൂളായി ഷോർട്ട് റെഡിയാണ്. ഓക്കെ, അവിടെ എത്തുന്നു, ഡയലോഗ് നോക്കുന്നു. അത്ര ഈസി ആക്കിയിട്ടായിരുന്നു എനിക്കും അംബിക ആന്റിന്റെ ഒരു കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. നല്ല സന്തോഷമായിട്ട് നമ്മൾ ഒന്നാം പാൽ വയ്ക്കാം. ഓക്കെ ഓക്കെ. മമരിദരേ മമരിദരേ മപദ പദ സനി ദ പദ ദ പദ സരി സരി മഗരിദരേ സനി ദ
അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും വറുത്തിട്ട് കൊടുത്താൽ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഒട്ടും നെയ്യ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇത്തിരി അധികം ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം എന്നാലും 3 സ്പൂൺ മൂക്കണം. നമ്മൾ മറ്റേ കറിക്കൊന്ന് മൂക്കുന്ന പോലെ അങ്ങ് മൂക്കുക, ഒരു ചെറുതായിട്ടൊന്നും ഒരു കളറൊന്ന് മാറും മാത്രം. ഇനി ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇടാം. ഓക്കെ, എല്ലാം വറുത്ത് നന്നായി നമ്മളിത് ഇതിലേക്കൊന്ന് എല്ലാം വറുത്തിട്ടു. പായസം റെഡി. പിന്നെ നമ്മളിതില് തീരെ നെയ്യ് ഒഴിച്ചിട്ടില്ല, ശ്രദ്ധിച്ചില്ലേ? ഈ വറുത്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പായസം എന്ന് പറഞ്ഞാൽ നെയ്യ് വേണമല്ലോ, ഒരു കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയാണ് നമ്മുടെ എന്താണ് മേമ്പൊടിക്ക് പെരുങ്കായ എന്ന് പറയില്ലേ, മറ്റേ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ എല്ലാത്തിനും മേമ്പൊടിയായിട്ടൊരു സാധനം ഉണ്ടാവുമല്ലോ. എന്താണ്? ഏലക്ക. ആന്റി ഇനി അതൊന്നും ഒരു ബോളിലാക്കി തരുമോ? അതിലാണ് പോണത്. നമ്മളെ തറവാട്ടിൽ കിട്ടും നെയ്പായസം, അതിൻ്റെ അതേ മണം. ഇത് മില്ലറ്റ് ആണെന്ന് പറയത്തേ ഇല്ല ആൻറ്റി, ശരിക്കും നല്ല നെയ്പായസം, അതിൻ്റെ തന്നെ ടേസ്റ്റ്. ഒരു ചെറിയ അരിയുടെ, എന്നാൽ ആക്ച്വലി ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഒരു പ്രിസർവേറ്റീവ്സോ വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ ഇട്ടിട്ടുള്ള സൂപ്പർ, ഭയങ്കര നല്ലത്. ഒന്ന് കരിപ്പട്ടിയൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ കുറച്ചുകൂടി വ്യത്യാസം. എനിക്ക് കളറും വ്യത്യാസം, ചെറിയൊരു പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഞമ്മണ്ടി ഇതിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലിലേക്കും പോകും. അമ്മാതിരി സാധനം. അതെ അതെ അതെ. എന്തായാലും താങ്ക് യു. നമ്മുടെ അടുത്ത ഡിഷ് എന്താ ആന്റി? നമ്മുടെ വീട്ടിലൊരു സദ്യ എന്ന് പറഞ്ഞാൽ അവിയലില്ലെങ്കിൽ സദ്യയില്ല. തീർച്ചയായിട്ടും. സാമ്പാർ അവിയല് അതില്ലാണ്ട് ഒരു നിർബന്ധം. ഞാനൊരു അവിയൽ ഉണ്ടാക്കുക, പക്ഷെ ഇപ്പൊ എല്ലാരും തൈരും പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞ്, ഞാൻ ഇതൊന്നും ഇല്ലാണ്ടൊരു അവിയൽ. അത് കൊള്ളാലോ. അപ്പൊ അതെങ്ങനെയാണ് ആ അവിയൽ ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മുടെ അവിയൽ ഉണ്ടാക്കാനുള്ള സമയമായി. എന്തായാലും ആന്റി പറഞ്ഞ ആ 2 സംഭവങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് എന്നൊന്ന് അറിയണം. പണ്ട് നമ്മൾ പറയില്ല അവിയൽ പരിവായി എന്ന് പറയുന്നത്, എന്ത് സാധനം അവിയലിന് ഇടാം. നമ്മുടെ കയ്യിലുള്ള ബാക്കി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് ആന്റി? ഇപ്പൊ ഞാൻ ചേനയുണ്ട്, പിന്നെ ഇതില് മുരിങ്ങക്കായുണ്ട്, പടവലങ്ങയുണ്ട്, പയറുണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്, നമുക്ക് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട് കായൊക്കെ ഒരു നല്ല ടേസ്റ്റ് ആണ് നമുക്ക്. പിന്നെ ചേനയ്ക്ക് ഇത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചേന സെപ്പറേറ്റ് ആദ്യം ഒന്ന് വേവിക്കും. പിന്നെ ഇതിലേക്ക് ഒരു സാധനം ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. ഒരു സാധനം അതും കൂടി ഉണ്ടെങ്കിൽ അത് പൂർത്തിയായിരിക്കും. അതാണ് ഇതിലേക്ക് കൊടുക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ തൈര് വേണ്ട, പുളി വേണ്ട. പുളിയുള്ള എന്താണ് എന്താ വേണ്ടേ? പുളിയുള്ള പിന്നെ എന്താ ഉള്ളത്? പുളിയുള്ള മാങ്ങ.